ഒരു കുറച്ച് വനിതകളായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പൊ പൂരപ്രേമികളാണ്. ആദ്യമായിട്ടാണോ പൂരത്തിന് സ്ഥിരം വരുന്നതാണോ? വരാറുണ്ട്. ആണോ? തൃശ്ശൂർ തന്നെയാണോ? അതെ അതെ. എന്താണ് ഈ പൂരത്തിന് ഇത്രമാത്രം രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ആവേശം കൊടുക്കുന്ന കാര്യം? ആവണേലും മുമ്പ് കണ്ടിട്ട് പോവാൻ പോണോ? കുറച്ച് കഴിഞ്ഞാ പോവും. ആണോ? എവിടെ വീട്? എവിടെ? ഇവിടെ മരത്താക്കര. എത്ര പഠിക്കുന്നു? ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞു. എത്ര പൂരമായി ഇപ്പോ? എല്ലാ ആദ്യ പൂരത്തിന് വന്ന് കണ്ടു പോവാറുണ്ട്. ആണോ? പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടമാറ്റം. കുടമാറ്റം കാണണ്ടേ? കാണണം, പക്ഷെ ഭയങ്കര ചൂടല്ലേ ഇപ്രാവശ്യം. നോക്കാം. അങ്ങനെയാ പൂരം കാണല്ലേ? ഇഷ്ടമാണ്. ഏതാ ഏറ്റവും ഇഷ്ടം? കുടമാറ്റം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുടമാറ്റം ഇഷ്ടം, എന്നിട്ട് നേരത്തെ പോവാന്ന് പറയുന്നത്? അങ്ങനെയല്ല, ഇന്നിപ്പോ ചൂടുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു മാത്രം. ചിലപ്പോ നിക്കും. ഒരു ഉഷാറാണോ? ഉഷാറല്ലേ? എല്ലാ പൂരത്തിനും വരാറുണ്ട്. പൂരം കണ്ടില്ലേ പിന്നെ വേറെന്താ? വേറെന്താ? എല്ലാ പൂരത്തിനും വരണം. പൂരം ഇത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ശാസ്താവ് വന്ന് തുടങ്ങി 36 മണിക്കൂറോട് നിക്കണം. നിക്കണം. പോവാന്നിട്ട് ആഗ്രഹമുണ്ട്. ഇല്ല, നിക്കാൻ പറ്റാണെ നിക്കും. ആണോ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. വീട്? എന്റെ വീട് മരത്താക്കര. നിങ്ങൾ കുടുംബാംഗങ്ങൾ? അതെ അതെ, വൈഫാണ്. ഇത് ബ്രദറിന്റെ വൈഫാണ്. ശരി ശരി. അപ്പൊ എങ്ങനെയാ ഈ പൂരത്തില് ചെറുപ്പകാലം തൊട്ട് വന്ന് പങ്കെടുക്കുന്നല്ലേ? പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു പ്രവാസിയായിരുന്നു. ഒരു 30-40 വർഷത്തോളം വന്നിട്ട് സെറ്റിലായിട്ട് കുറച്ച് നാളേ ഉള്ളൂ. ഈ പ്രവാസ കാലത്ത് ഈ പൂരം മിസ് ചെയ്യാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതിപ്പോ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പൂരത്തിന് ഫുൾ ഉണ്ടായിരുന്നു. എലഞ്ഞിത്തല മേളത്തിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുടമാറ്റത്തിനും ഉണ്ടായിരുന്നു. വെടിക്കെട്ടിനും വന്നു. അങ്ങനെ എല്ലാം ആസ്വദിച്ചു. ഈ വർഷം കാലത്ത് മുതലേ ആസ്വദിക്കണം എന്നാണ്, അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. ഇവരെ ആക്കിയിട്ട് തിരിച്ചു വരാനുള്ളതാണ്. ആക്ച്വലി പൂരം ആഘോഷിക്കാൻ നിൽക്കാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ? ഒരുപാടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ എല്ലാവരും ഒത്തുകൂടില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതാണല്ലോ പൂരത്തിന്റെ പ്രധാനപ്പെട്ട. എല്ലാവരും ഒത്തുകൂടണം. തൃശ്ശൂർ നമ്മുടെ ആവേശമല്ലേ, തൃശ്ശൂർക്കാരുടെ ആവേശമല്ലേ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ഇല്ലാണ്ട് പിന്നെ എന്താ ഉള്ളത്? അതെ അതെ. ആ ആവേശത്തിൽ പൂർണ്ണമായിട്ട് ഇപ്പൊ നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് നാളെ പകൽപൂരം കഴിഞ്ഞേ പോകുള്ളൂ. അല്ല, പകൽപൂരത്തിന് പറയാൻ പറ്റില്ല. ചിലപ്പോ വെടിക്കെട്ട് കഴിഞ്ഞാൽ പോവും. പകൽപൂരത്തിന് പറ്റുകയാണെങ്കിൽ വരും. പകൽപൂരം കഴിഞ്ഞ് പിന്നീട് പിന്നെ പൂരക്കഞ്ഞി കഴിച്ച് പോകുള്ളൂ എന്നാണ് അങ്ങനെയാണ് പറയുന്നത്. അതെ അതെ. പക്ഷെ അതിന് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ശാരീരിക ബലം അതിനെ അനുവദിക്കുമെന്നുള്ള പറയാൻ പറ്റില്ല. ഉഷാറാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും നടക്കട്ടെ, പൂരാഘോഷിക്കേ. അപ്പോ ഞാൻ അത് പറഞ്ഞ പോലെ ഇപ്പോൾ മിഥുനാദ്യം അവിടുത്തെ നെയ്തിൽക്കാലമ്മയുടെ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു. അതുപോലെ ഒരുപാട് പേരിങ്ങനെ പലയിടത്തായി ഉണ്ട്. എവിടെന്നാ പറഞ്ഞേ? നമ്മള് കൊല്ലാണോ? കൊല്ലത്ത് നിന്ന് തൃശ്ശൂർക്ക് എന്നത് പൂരം കാണാൻ മാത്രം വന്നേ. ആണോ? ആദ്യമായിട്ടാണോ? പറഞ്ഞോ, വന്നേ. ഓടല്ലേ എവിടെ ഓടിപ്പോണേ? പറ. എവിടെ? കൊല്ലത്ത് എവിടെ? ശാസ്താംകോട്ട. എങ്ങനെയുണ്ട്? കൊല്ലത്തും പൂരം ഗംഭീരാണല്ലോ. പക്ഷെ പൂരങ്ങളുടെ പൂരം ഇതാണല്ലോ. കൊല്ലത്ത് പൂരമായിട്ടൊന്നും ഇല്ല. കൊല്ലത്ത് മൊത്തം എടുപ്പ് ആളുകളും ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ പൂരം പോണക്കൊന്നും ഇല്ല. ഇവിടാണ് പൂരത്തിന്റെ ഒരു വൈബ് കിട്ടുന്നത്. ആദ്യമായിട്ട് വരുന്നതാണോ? അല്ല, ഞാൻ മൂന്നാമട്ടാണ്. ഏറ്റവും പൂരത്തിൽ ഏറ്റവും ആകർഷിക്കുന്ന സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുടമാറ്റാണ്. അതെന്തുകൊണ്ടാണ്? കുടമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതൊരു വിഷ്വൽ ബ്യൂട്ടി ആണല്ലേ? ആ സമയത്ത് കിട്ടുന്നൊരു വേറൊരു വൈബാണ് ആ സമയത്ത് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഏതായാലും ഇതുപോലെ കുടമാറ്റം ഇഷ്ടപ്പെടുന്നവരുണ്ട്, മേളം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇനി ഗജവീരന്മാരെ മാത്രം കാണാൻ വരുന്നവരുണ്ട്, വെടിക്കെട്ട് കാണാൻ വരുന്നവരുണ്ട്. അങ്ങനെ പൂരത്തിന്റേതായിട്ടുള്ള പലവിധ സ്വഭാവങ്ങളുണ്ട്. അതാണ് പൂരനഗരിയിലെ ഓരോരുത്തരിലും പോയാൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അത് കൊല്ലത്തു നിന്നല്ല, തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് പേര് എത്തുന്നു തൃശ്ശൂർ നഗരത്തിലേക്ക്. ഇതെല്ലാം നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് ബൈസ് തിരികെ എത്തുമ്പോൾ വീണ്ടും പൂരനഗരിയിലെ കാഴ്ചകൾ തന്നെ എത്താം. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഇടവേള.